വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിന്റെ മൊഡ്യൂൾ 2-ലെ പ്രോസസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. ഒരു കമ്പ്യൂട്ടർ CPU-ന്റെ പ്രോസസറിനെ പറയുന്ന മറ്റൊരു പേരാണ് കറസ്പോണ്ടിങ് CPU-ന്റെ ഡേറ്റ പാത്ത് എന്നത്. സോ കമ്പ്യൂട്ടർ CPU-നെ തന്നെ പറയുന്നതാണ് അതിൻ്റെ CPU-ന്റെ പ്രോസസറിനെ കമ്പ്യൂട്ടർ CPU-ന്റെ പ്രോസസറിനെ പറയുന്നതാണ് കറസ്പോണ്ടിങ് CPU-ന്റെ ഡേറ്റ പാത്ത്. ഡേറ്റ പാത്ത് എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ പ്രോസസറിൽ രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫറിന് ഉള്ള പാത്ത് ആകുന്നത് കൊണ്ടാണ് ഇതിനങ്ങനെ പറയുന്നത്. സോ ജനറലി സ്പീക്കിംഗ് പ്രോസസറിൽ രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫറിനുള്ള പാത്ത്. വൈ ഈസ് ഇറ്റ് കോൾഡ് സോ എന്ന് ചോദിച്ചാൽ പ്രോസസറിന് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതിൽ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ രജിസ്റ്റേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് കറസ്പോണ്ടിങ് ഡേറ്റ പാത്ത് എന്ന് പറയുന്നത്. സോ പല പാർട്സിനെയും കൺട്രോൾ ചെയ്യണത് ഇങ്ങനെയുള്ള പല പാർട്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ്സ് ആണ്. പല ഗേറ്റ്സ് ആണ്. സോ കൺട്രോൾഡ് ബൈ ഗേറ്റ്സ്. ബേസിക്കലി പല ഗേറ്റ്സ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഗേറ്റ്സ് കറസ്പോണ്ടിങ് പാത്തിനെ ഓപ്പൺ ആക്കുകയും അല്ലാത്ത പാത്തുകളെ ക്ലോസ് ചെയ്യുകയും ചെയ്യും. സോ ഏത് പാത്താണോ ആക്ടിവേറ്റ് ആവേണ്ടത് ഗേറ്റ്സ് കറസ്പോണ്ടിങ് പാത്തിനെ ഓപ്പൺ ആക്കും, ഓപ്പൺ പാത്ത്, ആൻഡ് ഡീആക്ടിവേറ്റ് ആവേണ്ട അതേഴ്സിനെ ക്ലോസ്ഡ് മോഡിൽ വെക്കുകയും ചെയ്യും. സോ ഗേറ്റിംഗ് അച്ചീവ് ചെയ്യണത് ഈ പറഞ്ഞ ഗേറ്റിംഗ് മെക്കാനിസം നമ്മൾ അച്ചീവ് ചെയ്യണത് ഡീകോഡേഴ്സ് യൂസ് ചെയ്തിട്ടും കോമ്പിനേഷണൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തിട്ടുമാണ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് യൂസ് ചെയ്തുമാണ് കറസ്പോണ്ടിങ് ഗേറ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. സോ ഗേറ്റിംഗ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറസ്പോണ്ട് പാത്തിനെ ഓപ്പൺ ആക്കാനും അല്ലാത്തതിനെ ക്ലോസ്ഡ് മോഡിൽ വെക്കാനും വേണ്ടിയിട്ടാണ്. ഒരു ജനറൽ പർപ്പസ് പ്രോസസർ യൂണിറ്റിനെ ഓർഗനൈസ് ചെയ്യാനുള്ളത് എങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓർഗനൈസിങ് ജനറൽ പർപ്പസ് പ്രോസസർ യൂണിറ്റ്. ഒരു ജനറൽ പർപ്പസ് പ്രോസസർ യൂണിറ്റിനെ ഓർഗനൈസ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബസ് ഓർഗനൈസേഷൻ എന്നുള്ളത്. ബസ് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ വന്നിട്ട് സ്ക്രാച്ച് പാഡ് മെമ്മറി. തേർഡ് മെത്തേഡ് ആണ് അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. എല്ലാ ഓർഗനൈസേഷനിലും ALU ആൻഡ് ഷിഫ്റ്റർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ് എംപ്ലോയ് ചെയ്യുന്നത്. സോ കോമൺ ALU ആൻഡ് ഷിഫ്റ്റർ ആണ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ്, ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് രജിസ്റ്ററിന്റെ ഓർഗനൈസേഷനും ALUയിലേക്കുള്ള കോമൺ പാത്തുമാണ്. സോ ഇതിലെ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ രജിസ്റ്റർ ഓർഗനൈസേഷന്റെ ഡിഫറൻസും ഓർഗനൈസേഷനിലും സെക്കൻഡ് വൺ വന്നിട്ട് ALUയിലേക്കുള്ള കോമൺ പാത്തിലുമുള്ള ഡിഫറൻസ് ആണ് ഇവ തമ്മിൽ ഉണ്ടായിരിക്കുക. സോ ബേസിക്കലി പ്രോസസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ CPU പ്രോസസറിനെ തന്നെയാണ് CPU ഡേറ്റ പാത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫറിനെ ആക്ച്വലി ഇത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏത് കറസ്പോണ്ടിങ് പാത്താണോ ഓപ്പൺ ആവേണ്ടത് ഗേറ്റ്സ് അതിനെ ഓപ്പൺ ആക്കുകയും മറ്റുള്ളവരെ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഈ ഗേറ്റിംഗ് അച്ചീവ് ചെയ്യുന്നത് ഡീകോഡേഴ്സും കോമ്പിനേഷണൽ സർക്യൂട്ട്സും വെച്ചിട്ടാണ്. നെക്സ്റ്റ്, ജനറൽ പർപ്പസ് പ്രോസസർ യൂണിറ്റിനുള്ള ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്നാണ് ബസ് ഓർഗനൈസേഷൻ, സ്ക്രാച്ച് പാഡ് മെമ്മറി, അക്യുമുലേറ്റർ രജിസ്റ്റർ. ഇതിലെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ALU ആൻഡ് ഷിഫ്റ്ററിനെ സർക്യൂട്ടിന് കോമൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ എംപ്ലോയ് ചെയ്യുക. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഓർഗനൈസേഷനും ALUവിൽ കോമൺ പാത്തുമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബസ് ഓർഗനൈസേഷൻ, സ്ക്രാച്ച് പാഡ് മെമ്മറി, അക്യുമുലേറ്റർ രജിസ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഒരു പ്രോസസർ യൂണിറ്റിൽ ഒത്തിരി രജിസ്റ്റേഴ്സ് ഉള്ളപ്പോൾ ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് കോമൺ ബസ് എന്നതാണ്. കോമൺ ബസ് ഉള്ളതാണ് ഏറ്റവും എഫിഷ്യന്റ് മെത്തേഡ്. ദാറ്റ് മീൻസ് ഒരു പ്രോസസർ യൂണിറ്റിൽ
രജിസ്റ്റേഴ്സ് കൂടുതലുള്ളപ്പോൾ ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കോമൺ ബസ് ഓർഗനൈസേഷൻ എന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആക്സസ് ടൈമാണ് ഈ കോമൺ ബസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ രജിസ്റ്റേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാവാം. രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഓഫ് ഡേറ്റ, ഡയറക്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ. സെക്കൻഡ് വൺ പെർഫോമിംഗ് മൈക്രോ ഓപ്പറേഷൻസിന് പെർഫോമേഷൻ. സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു 4 രജിസ്റ്റേഴ്സ് ഉള്ള ഒരു ബസ് ഓർഗനൈസേഷനെയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 4 പ്രോസസ്സർ രജിസ്റ്റേഴ്സ് ഉള്ള ബസ് ഓർഗനൈസേഷനെയാണ്. 4 പ്രോസസ്സർ രജിസ്റ്റേഴ്സ് ഉള്ള ബസ് ഓർഗനൈസേഷൻ. ഇതിന്റെ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ തന്നെ പറഞ്ഞു 4 രജിസ്റ്റേഴ്സ് ആണുള്ളത്. സോ ബേസിക്കലി ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് 4 രജിസ്റ്റേഴ്സ് ആണ്. R0, R1, R2, R3, 4 രജിസ്റ്റേഴ്സ്. ഇനി അപ്പം ഓരോ രജിസ്റ്ററും 2 മക്സിലേക്ക് കണക്ട് ആവുന്നുണ്ട്. അത് ഫോം ചെയ്യുന്നത് കറസ്പോണ്ടിങ് ഇൻപുട്ട് ബസ് എ ആൻഡ് ബിയിലേക്ക്. സോ നമുക്കിവിടെ 2 മക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 2 മക്സ് ആണ് വരയ്ക്കുന്നത്. ഇതിലെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ഈച്ച് രജിസ്റ്റേഴ്സ് കണക്ട് ടു 2 മക്സ്. സോ രജിസ്റ്റേഴ്സ് എല്ലാം കണക്ട് ടു 2 മക്സസ്. ഈ 2 മക്സിലേക്കും രജിസ്റ്ററിന് കണക്ഷൻ ഉണ്ട്. സോ നമ്മൾ ആദ്യം മുതലുള്ള എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം R3 വന്നിട്ട് 2 മക്സിലേക്കും കണക്ട് ചെയ്തു. R2 വന്നിട്ട് 2 മക്സിലേക്കും കണക്ട് ആയി. R1 വന്നിട്ട് 2 മക്സിലേക്കും കണക്ട് ആവണു. R0യും സെയിം വേ 2 മക്സിലേക്കും കണക്ട് ആവണം. ഫസ്റ്റ് കണക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇത് എന്ന് പറയുന്നത് മക്സിലെ ഔട്ട്പുട്ടായ എ ബസ്സിനെയും ബി ബസ്സിനെയുമാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ എ ആൻഡ് ബി ബസ് കണക്ട് ടു നെക്സ്റ്റ് പോയിന്റ് എ ആൻഡ് ബി ബസ് കണക്ട് ടു ദ കോമൺ ALU. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ALUയും ഷിഫ്റ്ററും എല്ലാ ഓർഗനൈസേഷനിലും കോമൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ALUവിലേക്ക് കണക്ട് ആവുന്നുണ്ട്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക്. ഇനി മക്സ് എയോ ബിയോ ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു ഔട്ട്സൈഡ് ഡേറ്റ റിസീവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ മക്സ് ബിയിലേക്ക് ഐ എം പ്രൊവൈഡിങ് ആൻ ഔട്ട്സൈഡ് ഇൻപുട്ട് ഡേറ്റ. ഒരു ഔട്ട്സൈഡ് ഇൻപുട്ട് ഡേറ്റ മക്സ് ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്കാണ്, ഇവിടെ മക്സ് ബിയിലേക്കാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മക്സിനെല്ലാം സെലക്ഷൻ ലൈൻ ഉണ്ട്. കറസ്പോണ്ടിങ് സെലക്ഷൻ ലൈനാണ് ഈ 4 ബസ്സിൽ നിന്നും ഒരു രജിസ്റ്ററിനെ സെലക്ട് ചെയ്യുന്നത്. സോ 2 ബസ്സിന്റെയും സെലക്ട് ലൈൻ നമ്മൾ കൊടുക്കുന്നത്. ഇത് സെലക്ട് എ, ഇത് സെലക്ട് ബി. ഇതാണ് കറസ്പോണ്ടിങ് ഏതിനെ സെലക്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇനി രണ്ടാമത് റൈറ്റ് ചെയ്തിട്ട് ഈ മക്സ് ബിയിലേക്കുള്ള മക്സ് എ ഓർ ബി ക്യാൻ റിസീവ് എക്സ്റ്റേണൽ ഇൻപുട്ടിനെ റിസീവ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ് നമ്മൾ പറഞ്ഞത് സെലക്ഷൻ ലൈൻ ഓഫ് മക്സ് 4 ബസ്സിൽ നിന്നും. സോ സെലക്ഷൻ ലൈൻ ഓഫ് ബസ് എന്താ ചെയ്യുന്നത്? സെലക്ട് ചെയ്യും കറസ്പോണ്ടിങ് ഇൻപുട്ടിനെ. ഏതിൽ നിന്ന്, ഏത് രജിസ്റ്ററിന് സെലക്ട് രജിസ്റ്റർ ഇൻപുട്ടിനെ സെലക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ALU നമ്മൾ പറഞ്ഞു. ഇനി ALUവിൽ എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യേണ്ടത് എന്നുണ്ട്. സോ ALUവിന് കറസ്പോണ്ടിങ് ഒരു ഫംഗ്ഷൻ സെലക്ട് ഉണ്ട്. ALUവിന് കറസ്പോണ്ടിങ് എന്ത് ഫംഗ്ഷൻ ആണോ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്നൊരു ഫംഗ്ഷൻ സെലക്ട് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ മെൻഷൻ ചെയ്യും. ഫംഗ്ഷൻ സെലക്ട് ഫോർ ALU ഡിറ്റർമൈൻ ദ ഫംഗ്ഷൻ ദാറ്റ് നീഡ് ടു ബി പെർഫോംഡ്. ഇനി ALU കഴിഞ്ഞാലുള്ളത് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു കോമൺ ഷിഫ്റ്ററിലേക്കാണ്. മെനി ടൈംസ് ഈ ഷിഫ്റ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടാവും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് നീഡ്. എന്ത് ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് ആണെന്നുള്ളതനുസരിച്ച് ഒരു ഷിഫ്റ്റ് സെലക്ട് ഉണ്ടായിരിക്കും. ഇതിനൊരു ഷിഫ്റ്റ് സെലക്ട് ഉണ്ട്. സോ നമ്മൾ ഇനി മെൻഷൻ ചെയ്യേണ്ടത്
ഷിഫ്റ്റ് സെലക്റ്റിനെ കുറിച്ചാണ്. കറസ്പോണ്ടിങ് ഷിഫ്റ്ററിന്റെ ഏത് ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് ആണ് എന്നനുസരിച്ച് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് അനുസരിച്ച് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻ കറസ്പോണ്ടിങ് പെർഫോം ചെയ്യും. ഇനി ഈ ഷിഫ്റ്റിന്റെ മൈക്രോ ഓപ്പറേഷന്റെ റിസൾട്ട് ആണ് കറസ്പോണ്ടിങ്. ഇവിടെ നിന്നാണ് കറസ്പോണ്ടിങ് എസ് ബസ്സിലേക്ക് പോകുന്നത്. എസ് ബസ്സിലേക്ക്, അതായത് അവിടെ നിന്ന് തന്നെ ആ എസ് ബസ് എന്ന് പറയുന്നതാണ് ഈ ഓരോ രജിസ്റ്ററിലേക്കുമുള്ള ഇൻപുട്ടിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ രജിസ്റ്ററിലേക്കുമുള്ള ഇൻപുട്ടിനെ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞ ഔട്ട്പുട്ടാണ്. സോ ഞാൻ ഓരോ രജിസ്റ്ററിലേക്കുള്ള ഇൻപുട്ടിനെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞു. സോ റിസൾട്ട് ഓഫ് മൈക്രോ ഓപ്പറേഷൻ ആണ് ഔട്ട് ബസ് എസ് ബസ് ആയിട്ട് പോകുന്നത് എല്ലാ രജിസ്റ്ററിലേക്കും ഇൻപുട്ടിനെ പറഞ്ഞപ്പോൾ നമ്മളിനി ഔട്ട്പുട്ട് എസ് ബസ് എന്താണെന്ന് പറഞ്ഞു. ഷിഫ്റ്ററിന്റെ റിസൾട്ട് ആണ് അത്. അതാണ് ഇൻപുട്ട് രജിസ്റ്റർ ആയിട്ട് സെർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് തിങ് ഔട്ട് എസ് ബസ്. ഈ പറഞ്ഞ ഔട്ട്പുട്ട് എസ് ബസ് തന്നെ ഒരു എക്സ്റ്റേണൽ ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫറിനെ സപ്പോർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പിന്നെ പോകുന്നത് ഒരു എക്സ്റ്റേണൽ ഡെസ്റ്റിനേഷനിലേക്കാണ്. സോ ഇവിടെ നിന്ന് ഔട്ട്പുട്ട് എസ് ബസ്സിന് തന്നെ എക്സ്റ്റേണൽ ഡെസ്റ്റിനേഷനിലേക്ക് ഔട്ട്പുട്ടിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ഔട്ട് ബസ്സിൽ നിന്നും ഇൻഫർമേഷൻ റിസീവ് ചെയ്യണം. ഇവിടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ബസ്സിൽ നിന്ന് ഇവിടെ എത്തി. ഇനി കറസ്പോണ്ടിങ് ഇത് ഏത് രജിസ്റ്റർ റിസീവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിനെ സെലക്ട് ചെയ്യുന്നത് വേറൊരു സർക്യൂട്ട് ആണ്. അത് ഡീകോഡർ അതിനെ സെലക്ട് ചെയ്യുന്ന ഒരു കറസ്പോണ്ടിങ് ഒരു ഡീകോഡർ ആണ്. സോ ഇതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡീകോഡർ സർക്യൂട്ട് ഉണ്ട്. ഈ ഡീകോഡർ സർക്യൂട്ട് ആണ് എല്ലാ രജിസ്റ്ററിലേക്കും കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഡീകോഡർ സർക്യൂട്ട് എല്ലാ രജിസ്റ്ററിലേക്കും കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ഇതാണ് കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഏതാണെന്ന് ചൂസ് ചെയ്യുന്നത്. ഇതിനൊരു ഡെസ്റ്റിനേഷൻ സെലക്ട് ഫംഗ്ഷൻ ഉണ്ട്. ഡെസ്റ്റിനേഷൻ സെലക്ട് എന്നൊരു ഫംഗ്ഷൻ ഇതിനുണ്ട്. ആൻഡ് സോ ഇതിനെ ഡീകോഡർ ആയതുകൊണ്ട് അതിനെ ഇനേബിൾ ചെയ്യുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആവുന്നത്. ഇത്രയുമാണ് ബേസിക്കലി ഒരു 4 പ്രോസസർ രജിസ്റ്ററിന്റെ ബസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇനി ഈ ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിനെ സെലക്ട് ചെയ്യുന്നതാണ് ഡീകോഡർ. അവിടെ ഇപ്പം നമ്മൾ ഡീകോഡറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതണം. ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇനേബിൾ ആകുമ്പോൾ ഡീകോഡർ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ ഇതെല്ലാം ലോഡ് ഇൻപുട്ട് ആണ്. ലോഡ് ഇൻപുട്ടിനെ ആക്ടിവേറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് രജിസ്റ്ററിലേക്കായിരിക്കും ഈ എസ് ബസ്സിൽ നിന്നുള്ള ഡേറ്റ ലോഡ് ആവുന്നത്. സോ എസ് ബസ്സിലെ ഡേറ്റ സെലക്ടഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും തമ്മിൽ ട്രാൻസ്ഫർ പാത്ത് പ്രൊവൈഡ് ആകും. അങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ആകുന്നത്. ഇനി ഒരു പ്രോസസർ യൂണിറ്റിന് 4 കൂടുതൽ രജിസ്റ്റേഴ്സ് ഉണ്ടാവാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്സിന്റെയും ഡീകോഡറിന്റെയും സൈസ് കൂടുതലായിരിക്കണം. ലാർജർ മക്സും ഡീകോഡറുമാണ് യൂസ് ചെയ്യേണ്ടത് ഡിപ്പെൻഡിങ് അപ്പോൺ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ദാറ്റ് കറസ്പോണ്ടിങ് പ്രോസസർ യൂണിറ്റ് ഹാസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇതേ ഫിഗർ വെച്ച് എങ്ങനെയാണ് കൺട്രോൾ സിഗ്നൽസ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കാണാൻ പോകുന്ന എക്സാമ്പിൾ മൈക്രോ ഓപ്പറേഷൻ R1 ഈക്വൽ ടു R2 പ്ലസ് R3. R2 R3 രജിസ്റ്ററിലെ കണ്ടന്റിനെ R1 ആഡ് ചെയ്തിട്ട് R1 ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് നമ്മുടെ. അപ്പൊ ഇതിലെ സെലക്ട് ഇൻപുട്ട് എന്തൊക്കെ സെലക്ഷൻ കൺട്രോൾ സിഗ്നൽ സെലക്ഷൻ ഇൻപുട്സ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, R2 കണ്ടന്റും R3 കണ്ടന്റും വേണം. അത് R2 R3 കണ്ടന്റിനെ എടുക്കുമ്പോൾ A ബസ്സിലേക്കും B ബസ്സിലേക്കുമാണ് വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് R2 കണ്ടന്റിനെ ബസ് എയിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ സെലക്ട് എ എന്നത് ആണ് ആദ്യം വരേണ്ട ഇൻപുട്ട്. സോ ആദ്യത്തെ ഫസ്റ്റ് സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് മക്സ് എ സെലക്ട് എന്നുള്ളതാണ്. അപ്പോൾ കറസ്പോണ്ടിങ് പെർഫോം ആവുന്ന ഓപ്പറേഷൻ എന്താണ്, R2 കണ്ടന്റ് ഓഫ് R2 is transferred to bus A. സെക്കൻഡ് വൺ വന്നിട്ട് സെയിം വേ മക്സ് ബി സെലക്ട് ആവണം. അപ്പോൾ കറസ്പോണ്ടിങ് കണ്ടന്റ് ഓഫ് R3 ബസ് ബിയിലേക്ക് ട്രാൻസ്ഫേർഡ് ആയി. ഇനി അപ്പൊ ഇത് രണ്ടും മക്സ് എയിലും ബിയിലും ബസ്സിൽ വന്നു. ഇനി ALUവിൽ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ അഡീഷൻ ആണ്. സോ ALUവിലെ ഫംഗ്ഷൻ സെലക്ട് ആണ്. ALU ഫംഗ്ഷൻ സെലക്ട് ആണ് നെക്സ്റ്റ് സെലക്ട് ആവേണ്ടത്. ALU ഫംഗ്ഷൻ സെലക്ട് ആണ് നെക്സ്റ്റ് സെലക്ട് ആവേണ്ടത്. അതിലപ്പോൾ എന്താണ്, അഡീഷൻ പെർഫോം ചെയ്യും. ഈ A പ്ലസ് ബി അഡീഷൻ പെർഫോം ആവും. സെക്കൻഡ് വൺ അത് കഴിഞ്ഞാൽ പിന്നെ ഷിഫ്റ്ററിലെയാണ്. ഇപ്പൊ ഷിഫ്റ്റ് സെലക്ട്, ഇവിടെ വേറെ ഷിഫ്റ്റിംഗ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നിന്ന് ഷിഫ്റ്റ് സെലക്ട് ആണ്, അത് ഡിറക്റ്റ് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് ട്രാൻസ്ഫർ. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫംഗ്ഷൻ ചിലപ്പോൾ ഷിഫ്റ്റിംഗ് വേണ്ടി വരാം. ഇവിടെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ്.
ഡയറക്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് ബസ് എസ്സിൽ വന്നു. എസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമുക്ക് R1ലേക്ക് അതിനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. R1ലേക്ക് ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡീകോഡർ ആണ് കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷൻ സെലക്റ്റിനെ സെലക്ട് ചെയ്യുന്നത്. സോ ഡീകോഡർ ഡെസ്റ്റിനേഷൻ സെലക്ട് ആണ് നെക്സ്റ്റ്. ഡീകോഡർ ഡെസ്റ്റിനേഷൻ സെലക്ട് ആണ് നെക്സ്റ്റ് ആക്റ്റീവ് ആവേണ്ടത്. അന്നേരം ഇപ്പോൾ കറസ്പോണ്ടിങ് കോണ്ടന്റ് ഇൻ എസ്സിനെ കറസ്പോണ്ടിങ് R1ലേക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. ഈ 5 കൺട്രോൾ സെലക്ഷൻ വേരിയബിൾസ് സൈമുൾട്ടേനിയസ് ആയിട്ട് ജനറേറ്റ് ആവണം. സോ ഈ പറഞ്ഞ 5 സെലക്ഷൻ വേരിയബിൾസും സൈമുൾട്ടേനിയസ് ജനറേറ്റ് ആയാൽ മാത്രമേ സൈമുൾട്ടേനിയസ് ജനറേഷൻ ഇൻ വൺ കോമൺ ക്ലോക്ക് പൾസ് കോമൺ ക്ലോക്ക് പൾസ് ഇന്റർവെല്ലിൽ അവൈലബിൾ ആവണം. ഇന്റർവെല്ലിൽ അവൈലബിൾ ആയാലാണ് ഈ ഓപ്പറേഷൻ ഫുൾ ആയിട്ട് നടക്കുക. സോ ഇപ്പൊ പറഞ്ഞ വൺ കോമൺ ക്ലോക്ക് പൾസ് ഇന്റർവെല്ലിൽ ശരിക്കും എന്തൊക്കെ നടക്കണം എന്നൊന്ന് നോക്കിയേ. ബൈനറി ഇൻഫോർമേഷൻ എവിടെ നിന്ന്? ഫ്രം 2 സോഴ്സസ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഈ പറഞ്ഞ R2 R3യിൽ നിന്നും എടുത്ത് കറസ്പോണ്ടിങ് ഗേറ്റ്സിൽ കൂടെ പ്രൊപ്പഗേറ്റ് ആയി മക്സിലെയും ALUലെയും ഷിഫ്റ്ററിലെയും ഗേറ്റ്സിൽ കൂടെ പ്രൊപ്പഗേറ്റ് ത്രൂ ഗേറ്റ്സ് ഓഫ് എന്തൊക്കെ? മക്സ്, ALU, ഷിഫ്റ്ററിൽ കൂടെ പാസ് ആവണം. ആൻഡ് അഗെയിൻ ഔട്ട്പുട്ട് ബസ്സിലും ടു നെക്സ്റ്റ് ടു ഔട്ട്പുട്ട് ബസ് ടു ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് ഒറ്റ ക്ലോക്ക് പൾസ് ഇന്റർവെല്ലിൽ നടക്കണം. ഇനി നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ, സോ ഒറ്റ ക്ലോക്ക് പൾസിൽ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലോക്ക് പൾസിലാണ് ഈ പറഞ്ഞ ബൈനറി ഇൻഫോർമേഷനെ ഔട്ട്പുട്ട് ബസ്സിൽ നിന്നും ഡെസ്റ്റിനേഷൻ, അതായത് ഇപ്പൊ ഇവിടെ R1ലേക്ക് പ്ലേസ്ഡ് ആകുന്നത്. ഇനി ശരിക്കും ഫാസ്റ്റർ റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ ALUവിൽ ക്യാരി ലുക്ക് അഹെഡ് ആഡർ സർക്യൂട്ട്, ഷിഫ്റ്ററിൽ കോമ്പിനേഷണൽ ഗേറ്റ് സർക്യൂട്ട് യൂസ് ചെയ്താണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഫാസ്റ്റർ ആയിട്ട് ഇത് പെർഫോം ചെയ്യാൻ ALUവിൽ ക്യാരി ലുക്ക് അഹെഡ് ആഡർ, ഷിഫ്റ്ററിൽ കോമ്പിനേഷണൽ ഗേറ്റ് സർക്യൂട്ടുമാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ.